അപ്പം പിന്നെ നമുക്കൊരു മാറ്റം വേണമെന്ന് തോന്നി, എന്തെങ്കിലും നല്ലൊരു ജ്യൂസ് ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നി. അപ്പം ഞാനും എൻ്റെ ഭാര്യയും കൂടി ഈ ഇപ്പം കൊടുക്കുന്ന ഈ കോക്ടെയിൽ കണ്ടുപിടിച്ചു. എന്നാൽ ജ്യൂസോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊതുവേ. അതാണ് ഈ ഫീൽഡിലേക്ക് വരാൻ തന്നെ കാരണം. ഞാൻ ഈ ജ്യൂസിൻ്റെ ഫീൽഡിൽ വരാൻ മുന്നേ ഒരു ടാക്സി ഡ്രൈവറാണ്, പയ്യൊരു ടാക്സി ഡ്രൈവറാണ്. ഒരു 5-8 വർഷം നമ്മുടെ നാട്ടിൽ നിന്ന് ടാക്സി എടുത്ത ഒരാളാണ്. അപ്പോൾ അത് കോഴിക്കോട് വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. 5-8 വർഷം ടാക്സി ഓടിച്ചാൽ കോഴിക്കോട് വെച്ച് ആക്സിഡൻറ്റ് സംഭവിച്ചു. ആ പരിപാടി അവിടെ വെച്ച് നിർത്തിയിട്ടാണ്. പിന്നെ എനിക്ക് ഈ ജ്യൂസോട് ഭയങ്കര താല്പര്യമാണ്. ഒരു ജ്യൂസ് ഷോപ്പ് തുടങ്ങണമെന്നൊരു ആഗ്രഹം. അങ്ങനെ എവിടെ പോയാലും ഞാൻ ജ്യൂസ് കുടിക്കും. ആ ടൈം ഫുഡ് ഒഴിവാക്കിയിട്ട് ജ്യൂസ് കുടിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു ടൈം കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയതാണ്. ഇപ്പം നിലവിലുള്ള ഷോപ്പ് എന്തൊരു ജ്യൂസ് ഷോപ്പ് തന്നെയാണ്, ഇത്ര ഫേമസ് ഒന്നല്ല. അപ്പോൾ എനിക്കത് അതിൻ്റെ ബിൽഡിംഗ് ഓണറായിട്ട് നല്ലൊരു കണക്ഷനാണ്. MCS ഫ്രൂട്ട്സ് രഞ്ജേട്ടൻ എന്ന അവരുടെ പേര്. ഓരോ പറഞ്ഞ ഈ ഷോപ്പിൽ നിന്ന് എനിക്ക് തരാം നടത്തിപ്പിന്. അങ്ങനെയാണ് ആ ഷോപ്പ് ഞാൻ 2007 ഓപ്പൺ ആക്കുന്നത്. അപ്പം അന്നേരം പച്ചക്കറിയാണ്, വെജിറ്റബിൾ ജ്യൂസാണ് ഫേമസ് തന്നെ. വെജിറ്റബിൾ ജ്യൂസ് ഫേമസ് ആയിട്ട് എൻ്റെ കൂടെ എൻ്റെ മരുമക്കളും എൻ്റെ ജ്യേഷ്ഠനും അനിയനും അവിടെ നിൽക്കുന്ന ജോലി ചെയ്യുന്ന എല്ലാവരും എൻ്റെ കൂടെ അന്ന് 2007 ആളെ ഇപ്പോൾ ഉണ്ട് എൻ്റെ കൂടെ അന്നും ഇന്നും. കുറേ കാലം വെജിറ്റബിൾ ജ്യൂസ് ഫേമസ് ആണ്. അപ്പോൾ ഒരു മാറ്റം നല്ല ജ്യൂസ്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയായിട്ടൊന്ന് ആലോചിച്ചിട്ട് നമ്മൾ രണ്ടാളും കൂടി ഒരുപാട് കാലം ട്രൈ ചെയ്തിട്ട് ഒരു ജ്യൂസ് കണ്ടുപിടിച്ചു. ഇപ്പോൾ ജനങ്ങൾക്ക് കൊടുത്ത ജ്യൂസ് കോക്ടെയിൽ